ഇറാൻ ചിലപ്പോൾ ഷിയാക്കളാവാം അവിടെയുള്ളത്. ഷിയയുടെ ആദർശത്തോട് നമുക്ക് യോജിപ്പില്ല, ശരി തന്നെയാണ്. പക്ഷേ അവിടെ മനുഷ്യന്മാരില്ലടോ ഉള്ളത്. 168 170 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മോളിൽ കൊണ്ടുപോയി ക്ലസ്റ്റർ ബോംബ് ഇട്ടിട്ട് 160-70 കുട്ടികളെ കൊന്നൊടുക്കിയില്ലേ. നെതന്യാഹു എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, അമേരിക്കയുടെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും കൂടി 170 മക്കളുടെ തലയിൽ ബോംബിട്ടിട്ട് അവരുടെ മയ്യത്തതാ ചിന്നിച്ചെതറിക്കഴിഞ്ഞില്ലേ. 180 മക്കൾക്ക് ഒന്നിച്ച് കബർ കുഴിച്ചിട്ട് ഇറാനിലെ മക്കളെ കബറടക്കുന്ന വാർത്ത കണ്ടു നിന്നില്ലേ ലോകം. ആരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? നെതന്യാഹുവിനെതിരെ പറഞ്ഞോ? പക്ഷെ അള്ള വെറുതെ വിടില്ലട്ടോ. ഇസ്രയേലിൽ ഭൂകമ്പമുണ്ടായതിന്റെ ശേഷം, ഇസ്രയേലിൽ ഭൂമികുലുക്കുണ്ടായതിന്റെ ശേഷം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് പുറത്തുവിട്ട ന്യൂസ് കേട്ടോ. അയാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ. അല്ലാഹു അർഹമുർ റഹീമാൻ, അല്ലാഹു അഹ്കമുൽ ഹകീമാൻ. അയാൾക്ക് മൂത്രസഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന വസ്തുവിന്റെ പേരാണ് പ്രോസ്റ്റേറ്റ്. ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിക്കൊണ്ട് അയാൾ കിടക്കുകയാണ്. അല്ലാഹു മാരകമായ പരീക്ഷണങ്ങളെ തന്നിട്ടല്ലാതെ ഒരു ധിക്കാരിയെയോ അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. ഫിറഔൻ എവിടെ? ഖാറൂൻ എവിടെ? നമ്രൂദ് എവിടെ? അബൂജാഹിൽ എവിടെ? ഉത്ബത്ത് എവിടെ? ശൈബത്ത് എവിടെ? വലീദ് എവിടെ? അവരൊക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയി. ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് പറഞ്ഞവനാണ് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി.